ഇന്ന് നമ്മൾ റവയും പാലും കൊണ്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് റവയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം റവയൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് റവ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വറുത്ത റവ പുറത്തുനിന്ന് വാങ്ങിച്ചതാണെങ്കിലും ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ റവ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറുള്ള നെയ്യ് എടുക്കാം കേട്ടോ. അതായത് മിൽമേഡയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക, അല്ലാതെ ഡാൽഡ ഒന്നും എടുക്കരുത് കേട്ടോ. നല്ല ഫ്ലേവറുള്ള സാധാരണ പശുവിൻ നെയ്യ് എടുത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ മെൽറ്റായിട്ട് വന്നോളൂ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ നെയ്യിൻ്റെ ഫ്ലേവർ റവയിൽ നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ റവയിൽ നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ റവ നമ്മൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോവും. അപ്പോൾ തൊട്ട് നോക്കുന്ന സമയത്ത് കൈ പൊള്ളുന്ന ഒരു ചൂട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ പശുവിൻ പാൽ കേട്ടോ. അപ്പോൾ തിളപ്പിച്ചാറി തണുപ്പിച്ചെടുത്ത പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ പച്ചപ്പാൽ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പച്ചപ്പാലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ പാല് ഞാനിവിടെ 1 ഗ്ലാസ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും റവ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ സ്പൂൺ പഞ്ചസാര ഒരു കടായിലേക്ക് ഇതുപോലെ പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം വെക്കുമ്പോൾ തന്നെ പഞ്ചസാര നല്ലപോലെ മെൽറ്റായിട്ട് കാരമലായിട്ട് വരും കേട്ടോ. ഇത് മുഴുവനായിട്ട് മെൽറ്റായിട്ട് കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് നോക്കി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, ഒരു കയ്പ്പ് രുചി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കരിയാതെ നോക്കണം. അപ്പോൾ ഇതാ പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നേരിട്ട് നമ്മളിതിലേക്ക് പാല് ചേർക്കാത്തത് പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ ഇതുപോലെ ഈ പഞ്ചസാരയ്ക്കൊന്ന് ക്രിസ്റ്റലായിട്ട് വരും കേട്ടോ. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, ഇതങ്ങനെ ഈ വെള്ളത്തിൽ കിടന്ന് തിളക്കുമ്പോഴേക്കും ഇത് മെൽറ്റായിക്കോളും. ഇത് മൊത്തത്തിൽ അലിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ 2 ഗ്ലാസ്, അതായത് 1/2 ലിറ്റർ പാല് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. 1 കപ്പ് റവയിലേക്ക് 1/2 ലിറ്റർ, 2 കപ്പ് പാലാണ് കണക്ക്. മെഷർമെൻറ്റ് കപ്പിൻ്റെ അതേ അളവിലുള്ള ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ ഇതാ 1 ഗ്ലാസ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 വലിയ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയ്ക്കൊന്ന് മെൽറ്റായിട്ട് പാല് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു റവയില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കട്ടയൊന്നും ഇല്ലാതെ. ഇത് ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് തിക്കായിട്ട് വരും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാദ്യം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 വലിയ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് കട്ടയായതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. 2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. കുറച്ച് സമയമാകുമ്പോൾ തന്നെ ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലാവും. കണ്ടോ, ഇതുപോലെ ആവും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നിലോ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും പുരട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ചേർത്തിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നല്ലപോലെ ഒന്ന് നെയ്യ് പുരട്ടിയൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ബദാമും പിസ്തയും ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിത് ഒന്നങ്ങോട്ട് ചൂട് പോകുമ്പോൾ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു റവയും പാലും കൊണ്ട് ചെയ്യാവുന്ന ഈ ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കാരമലൈസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു സ്വീറ്റ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.